ഡെങ്കിപ്പനി കൊതുകുകളിൽ നിന്ന് ആളുകളിലേക്ക് പടരുന്ന ഒരു വൈറൽ അണുബാധയാണ് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി പിടിപെടുന്ന മിക്കവർക്കും ലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഉള്ളവരിൽ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങൾ കടുത്ത പനിയും തലവേദനയും ശരീരവേദനയും ഓക്കാനം, ചൊറിച്ചിൽ എന്നിവയാണ്. മിക്കവർക്കും 1 തൊട്ട് 2 ആഴ്ചകൾക്കുള്ളിൽ സുഖം പ്രാപിക്കാം. എന്നാൽ ചിലരിൽ കടുത്ത പനിയും ആശുപത്രി പരിചരണവും വേണ്ടി വന്നേക്കാം. കഠിനമായ കേസുകളിൽ ഡെങ്കിപ്പനി മാരകവുമായേക്കാം. ലക്ഷണങ്ങൾ ഉണ്ടായാൽ അവ സാധാരണയായി അണുബാധയ്ക്ക് 4-10 ദിവസങ്ങൾക്ക് ശേഷം ആരംഭിച്ച് 2 തൊട്ട് 7 ദിവസം വരെ നീണ്ടുനിൽക്കും. സാധാരണ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. കടുത്ത പനിയും കടുത്ത തലവേദനയും പേശികളിലും സന്ധികളിലും ഉള്ള വേദന, ഓക്കാനം, ഛർദി, വീർത്ത ഗ്രന്ഥികൾ, ചർമ്മം ചുരുങ്ങുന്ന അവസ്ഥ ഇതൊക്കെയാണ് സാധാരണയായിട്ടുള്ള ലക്ഷണങ്ങൾ. എന്നാൽ കഠിനമായ ഡെങ്കിപ്പനി ഡെങ്കി ഹെമറാജിക് ഡെങ്കി ഷോക്ക് സിൻഡ്രോം ഇവയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. രക്തത്തിലെ പ്ലേറ്റ്ലേറ്റിൻ്റെ അളവ് കുറയുക, കഠിനമായ വയറുവേദന അനുഭവപ്പെടുക, അതുപോലെ തുടർച്ചയായി ഉണ്ടാവുന്ന ഛർദി, രക്തസ്രാവം മൂക്കിൽ നിന്നോ വായിൽ നിന്നോ സ്കിന്നിൽ നിന്നോ ആവാം. മറ്റൊന്ന് രക്തം ഛർദിക്കുക, കഠിനമായ ക്ഷീണം അനുഭവപ്പെടുക, അതുപോലെ അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറ്, ശ്വാസതടസ്സം അനുഭവപ്പെടുക. മറ്റൊന്ന് മൂത്രത്തിലുണ്ടാവുന്ന രക്തത്തിൻ്റെ അളവ്. ഇവയെല്ലാമാണ് പ്രധാന ലക്ഷണങ്ങൾ. ഡെങ്കിപ്പനി കണ്ടെത്തിയാൽ എന്തെല്ലാം കഴിക്കേണ്ടത് എന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ജലാംശം നിലനിർത്തൽ. നിർജ്ജലീകരണം ഒഴിവാക്കുക. അതിനാൽ ദിവസം മുഴുവൻ ധാരാളം ദ്രാവകങ്ങൾ കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ധാരാളം വെള്ളം കുടിക്കുന്നത് വിഷവസ്തുക്കളെ പുറന്തള്ളാനും ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനം നിലനിർത്താനും സഹായിക്കുന്നു. പ്രതിദിനം കുറഞ്ഞത് 8-10 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻസ് ആയ ORS നഷ്ടപ്പെട്ട ഇലക്ട്രോലൈറ്റുകളും ദ്രാവകങ്ങളും നിറയ്ക്കാൻ സഹായിക്കുന്നു. ടെൻഡർ കോക്കനട്ട് വാട്ടർ. ഇലക്ട്രോലൈറ്റുകളുടെ ഉറവിടമായ തേങ്ങാവെള്ളം കുടിക്കുന്നതും ഉത്തമമാണ്. എങ്കിൽ നിങ്ങളൊരു വൃക്കരോഗിയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് അനുയോജ്യമല്ല. അതുപോലെ ഹെർബൽ ടീകളും ബട്ടർ മിൽക്കും നിങ്ങളുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നു. അടുത്തത് രോഗപ്രതിരോധ ശേഷി ഉറപ്പാക്കുന്ന ഭക്ഷണങ്ങളെ അറിഞ്ഞാലോ. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കാൻ ശക്തമായ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി അത്യാവശ്യമാണ്. അതിനാൽ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ആഹാരങ്ങൾ ദിവസേന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അവ ഏതെല്ലാമെന്ന് നോക്കാം. ആദ്യം തന്നെ പവർഫുള്ളായ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന ഓറഞ്ച്, പപ്പായ, പേരക്ക, സ്ട്രോബെറീസ് ഇവയിലെല്ലാം വൈറ്റമിൻ സിയുടെ ഉയർന്ന ശേഖരണമാണുള്ളത്. ഇവ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. രണ്ടാമതായി ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ചീര, ബ്രോക്കോളി എന്നിവ രോഗപ്രതിരോധ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്ന വൈറ്റമിൻസ്, ധാതുക്കളും ഉള്ളവയാണ്. ഇത് നിങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. മറ്റൊന്ന് ബെറീസ് ആണ്. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി, ബ്ലാക്ക്ബെറി എന്നിവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതലാണ്. ഇത് ഫ്രീ റാഡിക്കൽ മൂലമുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ നട്ട്സുകളായ ബദാം, വാൾനട്ട്, പിസ്ത, ഉണക്കമുന്തിരി എന്നിവയും ഉചിതം തന്നെ. അടുത്തതായി വെളുത്തുള്ളിയും ഇഞ്ചിയും. ഇവ രണ്ടിനും ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആൻറ്റി ഓക്സിഡൻസ് ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നു. അതുപോലെ ശരീരത്തിൻ്റെ പുനരുജ്ജീവനത്തിന് ശരീരത്തിന് ആവശ്യമായ ഒന്നാണ് പ്രോട്ടീൻസ്, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ. പ്രോട്ടീൻ സോഴ്സസ് ഏതൊക്കെയെന്ന് നോക്കാം. നിങ്ങളൊരു വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് പാൽ, തൈര്, മോര്, പനീർ, സോയാബീൻ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, കൂൺ, നട്ട്സുകൾ, ചോളം എന്നിവ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി നിങ്ങളൊരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ചിക്കൻ, മത്സ്യം, മുട്ട, ലീൻ മീറ്റ്സ് എന്നിവ ഉപയോഗിക്കാം. മത്സ്യങ്ങളായ അയല, സാൽമൺ, മത്തി തുടങ്ങിയവയിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളും ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനുകളുമുണ്ട്. അതുപോലെ മുട്ടയിലെ ഗുണങ്ങളോ വൈവിധ്യമാർന്നതും എളുപ്പത്തിൽ ദഹിക്കാവുന്നതുമായ പ്രോട്ടീൻ സ്രോതസ്സാണ്. വിവിധ അഭിരുചിക്കനുസരിച്ച് തയ്യാറാക്കാവുന്നതുമാണ് മുട്ട. പ്ലേറ്റ്ലേറ്റിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നറിഞ്ഞാലോ. ഒന്നാമതായി വൈറ്റമിൻ എ. ഇലക്കറികൾ, മത്തങ്ങ, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സ്, പപ്പായ തുടങ്ങിയവയിലാണ് വൈറ്റമിൻ എ കൂടുതലായി കാണപ്പെടുന്നത്. വൈറ്റമിൻ സി റിച്ച് ഫുഡ്. സിട്രസ് ഫ്രൂട്ട്സായ ഓറഞ്ച്, ബെറീസ്, പേരയ്ക്ക എക്സെട്ര തുടങ്ങിയവയാണ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്.
അടുത്തതായി സിങ്ക്. ധാന്യങ്ങൾ, പരിപ്പുവർഗ്ഗങ്ങൾ, നട്ട്സ് ആൻഡ് സീഡ്സിലാണ് സിങ്ക് ധാരാളമായി അടങ്ങിയിരിക്കുന്നത്. അടുത്തതായി പ്രോട്ടീൻ. എഗ്ഗ്, ഫിഷ്, ചിക്കൻ, പാല് എന്നിവയിലാണ് ധാരാളമായി പ്രോട്ടീൻ്റെ കണ്ടൻറ്റുകൾ അടങ്ങിയിരിക്കുന്നത്. ഇവയെല്ലാമാണ് പ്ലേറ്റ്ലേറ്റ് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ. വ്യക്തമായി പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഫ്രൈ ഫുഡ്സുകൾ, ബേക്കറി, എണ്ണ പലഹാരങ്ങൾ, ഫാറ്റി റെഡ് മീറ്റ്സ്, അതുപോലെ സ്പൈസി ഫുഡ്സുകളൊക്കെയാണ്. മാത്രമല്ല ഈ ഒരു സമയത്ത് കഫീൻ കണ്ടന്റ് ഉള്ളവയും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.